Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മൾ ഇത്രയും ദിവസം റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. റെക്കോർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് കൊടുക്കാറുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പേഴ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്സിലാണ് നമ്മൾ നമ്പേഴ്സ് ഫയൽ ചെയ്യുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫയലിംഗ് മെത്തേഡ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഒരു ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റെക്കോർഡിൽ നമ്പേഴ്സ് കൊടുക്കുന്നത്. മെഡിക്കൽ ചാപ്റ്റർ 6 മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. ഇവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇൻപേഷ്യന്റ് വരെയാണ്. ഇനി ഇവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് 5 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റത്താണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം. ഇവിടെ അല്ലേ പറഞ്ഞു നിർത്തിയത്? ആടാ, ഞാൻ ഇൻപേഷ്യന്റ് വരെ പറഞ്ഞു നിർത്തിയത് എന്നാ തോന്നുന്നു. ഇൻപേഷ്യന്റ് റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞു നിർത്തി. ഓക്കെ, ഇതിനെ കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, അപ്പോ നമ്മള് ഫയലിംഗ് മെത്തേഡ്സ് ആണ് നോക്കുന്നത്. നമുക്ക് 5 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സ് ഫയൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തേതാണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം. എന്താണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം? ഇവിടെ നമ്മൾ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിലേക്ക് ചെല്ലില്ലേ, ഓരോ പ്രാവശ്യവും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പുതിയ നമ്പേഴ്സ് നമുക്ക് തരും. ആണല്ലേ, ഇൻപേഷ്യന്റ് പറഞ്ഞിരുന്നില്ല അല്ലെ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ് ആണ്. അതെങ്ങനെ അസംബിൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഔട്ട് പേഷ്യൻസ് ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ കറസ്പോണ്ടന്റ് റെക്കോർഡ്സുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് റെഫറൽ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അത് റെക്കോർഡിൽ ചേർക്കണം. കാര്യങ്ങൾ എന്തൊക്കെയാണ് റെഫറൽ ലെറ്റേഴ്സ് ഉണ്ടാവും, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോമുകൾ ഉണ്ടാവും. അതെല്ലാം റെക്കോർഡിൽ ക്രമാനുസരണം കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തെന്ന് പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? നമ്മുടെ ലാബ് ടെസ്റ്റ്, അതേപോലെ എക്സ്റേ, ECG, EEG, അൾട്രാസൗണ്ട്, മറ്റെന്തെങ്കിലും ലാബോറട്ടറി ടെസ്റ്റ് റെക്കോർഡുകൾ നമ്മൾ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളിൽ അറ്റാച്ച് ചെയ്യണം. ദെൻ ഇൻപേഷ്യന്റ് റെക്കോർഡിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ജസ്റ്റ് ആ ഓരോ പേരുകൾ നിങ്ങൾ നോക്കാട്ടോ. ഇതിൽ അഡ്മിഷൻ ഡിസ്ചാർജ് ഷീറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മള് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് നമ്മളിത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 22 നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോ അത് എല്ലാം ഈ പേഷ്യന്റിന്റെ ഈ പറഞ്ഞുള്ള എല്ലാ റെക്കോർഡുകളും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓർഡറിൽ എന്ത് ചെയ്യും? റെക്കോർഡ് ചേർത്ത് വെക്കും. കണ്ടെയ്ൻ അഡ്മിഷൻ ഡിസ്ചാർജ് ഷീറ്റ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, കോമ കൊടുക്കണം. പിന്നെ പ്രോഗ്രസ് നോട്ട്. എന്താണ് പ്രോഗ്രസ് നോട്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിഷ്യൻ റിപ്പോർട്ട്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, റിക്കവറി റെക്കോർഡ്സ്, ലേബർ റെക്കോർഡ്സ്, ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മാഗസിനിങ് അതിനെ കുറിച്ചുള്ള റെക്കോർഡ്സ്, ഡയബറ്റിക് ആയിട്ടുള്ള റെക്കോർഡ്സ്, റീഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കോർഡ്സ്, പുനരധിവാസത്തിന്റെ ഭാഗമായിട്ടുള്ള റെക്കോർഡ്സ്, ഇഞ്ച് റെക്കോർഡ്, ലോ ചാർട്ട് റെക്കോർഡ്, പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്സ്, ഈ മെഡിക്കൽ അല്ലാതെ മറ്റെന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള റെക്കോർഡ്, നേഴ്സിംഗ് നോട്ട്, ഒബ്സർവേഷൻ ചാർട്ട്, മെഡിറ്റേഷൻ റെക്കോർഡ്, പിന്നെ ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസിന്റെ അത് റിലേറ്റ് ചെയ്യുന്ന ചാർട്ട്, ഇൻടേക്ക് ഔട്ട്പുട്ട്സ്, നമ്മൾ കഴിക്കുന്ന മെഡിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആൻഡ് വൈറ്റ് സൈൻ റെക്കോർഡ്, പേഷ്യന്റ് എന്തെങ്കിലും വൈറ്റ് സൈൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. ഏറ്റവും അവസാനം നമ്മൾ എന്താണ്? ഡിസ്ചാർജ് സമ്മറി കൂടി ഇൻപേഷ്യന്റ് റെക്കോർഡ്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. With the most remote admission seat on the bottom and the most recent admission seat on the top. ഏറ്റവും പഴക്കം ചെയ്യുന്നത് ഏറ്റവും താഴത്തെ സൈഡിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഫയൽ ആയിരിക്കും ടോപ്പിൽ വെക്കുന്നത്. ഇങ്ങനെയാണ് ഇൻപേഷ്യന്റ് റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ റെക്കോർഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു സോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പത്തിൽ സോർട്ട് ചെയ്യണ്ടേ?
നമുക്ക് നമ്പേഴ്സ് ആണെങ്കിൽ എളുപ്പത്തിന് അത് സോർട്ട് ചെയ്യാൻ പറ്റും. ആർക്കായാലും ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്പേഴ്സ് വഴിയാണെങ്കിൽ കറക്റ്റ് നമ്പേഴ്സ് നമുക്ക് നോക്കി അത് ഇപ്പൊ ഈ റെക്കോർഡ് നോക്കാത്ത ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നമ്പർ അനുസരിച്ച് ആ ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫയലിംഗ് മെത്തേഡ്സ്. ഓരോ ഹോസ്പിറ്റലിലും ഓരോ ടൈപ്പ് ഫയലിംഗ് ആയിരിക്കും സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഫയൽസ് ആണ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are several types of numbering and filing systems. നമ്മളുടെ ഹോസ്പിറ്റലുകൾ പല ടൈപ്പ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫയലിംഗ് സിസ്റ്റം ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. They are serial numbering and filing system, unit numbering and filing system, straight numeric filing, terminal digit filing, middle digit filing. സീരിയൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ പ്രാവശ്യം നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ പുതിയ പുതിയ നമ്പർ, ന്യൂ നമ്പർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റ് കൊടുക്കുന്നത്. അതാണ് സീരിയൽ നമ്പർ. 1 2 3 4 5 പറഞ്ഞിട്ട് നമ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ എത്ര പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, എത്ര പ്രാവശ്യം പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വന്നാലും പുതിയ പുതിയ നമ്പേഴ്സ് ആയിരിക്കും അവർ എന്ത് ചെയ്യണത്, കൊടുക്കുന്നത്. ഇനി യൂണിറ്റ് നമ്പറിംഗ് സിസ്റ്റം ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്. നമ്മൾ അറ്റ് എ ടൈം ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ ഒറ്റ പ്രാവശ്യമേ ഒരു നമ്പർ കൊടുക്കുള്ളൂ. അതാണ് യൂണിറ്റ് നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സ്ട്രെയിറ്റ് നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 ഡിജിറ്റുള്ള നമ്പേഴ്സ് ആണ്. അതൊരു എന്താ പറയാ ഫയലിംഗ് ഒരു ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച്, ഒരു ക്രമപരമായിട്ടുള്ള ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കും. ചിലപ്പോ ഒരു 6 ഡിജിറ്റ് ആയതുകൊണ്ട് എന്താ പറയാ 1000 എന്നായിരിക്കും മാറുന്നത്. നെക്സ്റ്റ് 1000 എന്നായിരിക്കും. അത് നമ്പേഴ്സ് ആയിട്ട് കൊടുക്കും. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ടെർമിനൽ ഡിജിറ്റ് നമ്പർ, മിഡിൽ ഡിജിറ്റ് നമ്പർ. ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം. ഓക്കെ, ഇൻ സീരിയൽ നമ്പറിംഗ് the patient is given a new number for each occasion of treatment by healthcare facility. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഒക്കേഷൻ ഓരോ സന്ദർഭത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റ് വേണ്ടി പോകുമ്പോഴും ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പുതിയൊരു നമ്പറാണ് അവർ എന്ത് ചെയ്യുന്നത്, തരുന്നത്. 3 different numbers are allocated if the patient is registered 3 times. 3 പ്രാവശ്യം നമ്മൾ ആ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം കിട്ടിയിരിക്കുന്ന നമ്പർ എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. All numbers allotted to the patient are recorded in the master patient index. പേഷ്യന്റ് ഇൻഡെക്സിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഈ നമ്പർ ഇന്ന പേഷ്യന്റ്, ഇന്ന ഏജ്, ഇന്നതാ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് a new number is provided for each occasion of service. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ സന്ദർഭത്തിലും ഓരോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പുതിയ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റ് കൊടുക്കുന്നത്. A new medical record is also developed. അതെന്ന് വെച്ചാൽ കുറച്ച് ഹെവിയാണ്. ഒരുപാട് മെഡിക്കൽ റെക്കോർഡ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ പ്രാവശ്യം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഓരോ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് പേപ്പർ ഫയലിംഗ് കുറച്ച് ടഫ് ആയിരിക്കും ഉള്ളത്. നമ്മൾ പേപ്പേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ഫയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര നമ്മൾ സ്റ്റോർ ചെയ്യാനും കുറേ പാടുപെടേണ്ടി വരും. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഓരോ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. The patient records are filed in as many places in the file as the number of times the patient has received care and facility. നമ്മൾ എത്ര പ്രാവശ്യമാണോ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തത് അത്രയും ഫയല് അവിടെ എന്തുണ്ടാവും, അവിടെ മെയിൻറ്റെയിൻ ചെയ്താവും. ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള അത്രയും ഫയൽസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതാണ് സീരിയൽ നമ്പർ സിസ്റ്റം. ഇത് അങ്ങനെ കോമൺ ആയിട്ട് കാണാറൊന്നുമില്ല. കുറെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ സീരിയൽ നമ്പറിംഗ് സിസ്റ്റം കോമൺ ആയിട്ട് എവിടെയെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇനി വരുന്നതാണ് സാധാരണയായിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടു വരുന്ന യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Here the patient is allocated a number on the first admission or visit. നമ്മൾ ആദ്യമായിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആദ്യത്തെ അഡ്മിഷൻ അല്ലെങ്കിൽ ആദ്യത്തെ വിസിറ്റിൽ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുള്ളൂ, ഒരു നമ്പറേ കൊടുക്കുള്ളൂ. Which is retained for all subsequent admission and treatment. പിന്നീടുള്ള അഡ്മിഷനും ട്രീറ്റ്മെന്റിനും ഈ
ഇത് ബേസ് ആണ്, അല്ലെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യും. സെയിം റെക്കോർഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് നമ്പർ പ്രൊവൈഡ് എ സിംഗിൾ റെക്കോർഡ് which is composite of all the data gathered on given patient, regardless of number or types of service are provided. എത്ര പ്രാവശ്യം ആ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വേണ്ടി പോയാലും ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഒറ്റ റെക്കോർഡിൽ അവർ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. ടൈം നോക്കൂല, നമ്പർ ആ നോക്കൂല, ടൈപ്പ് ആ നോക്കൂല, ഒറ്റ റെക്കോർഡിൽ എന്ത് ചെയ്യും, അവർ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ കൂടുതൽ ടൈംസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് വരുമ്പോൾ അതുവഴി അത് കൊടുക്കൊണ്ടിരിക്കും. The patient total medical record in this field as it in one folder under one number. ഇങ്ങനെ ഒരു നമ്പറിംഗ് സിസ്റ്റം ആണ് ഫോളോ ചെയ്തെങ്കിൽ നമുക്ക് ആദ്യം ഒറ്റ ഫോൾഡർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഒരു റെക്കോർഡേ ഉണ്ടാവുള്ളൂ, ഒറ്റ ഒരു നമ്പറും ആയിരിക്കും ആ റെക്കോർഡ്. സ്ട്രെയിറ്റ് ന്യൂമറിക് ആണ്. സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് ഓക്കെ, അതിനെ കുറയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോ ഈ രണ്ട് റെക്കോർഡുകളും നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു നോക്കി. സീരിയൽ നമ്പറിംഗ്, യൂണിറ്റ് നമ്പർ ഫയലിംഗും ഒന്ന് വായിച്ചു നോക്കി. എന്നിട്ട് സ്പീഡ് കൂടുതലാണെന്ന് അറിയില്ല. അപ്പൊ എന്തെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കിട്ടാത്ത എന്തെങ്കിലും ഒന്ന് ചോദിക്കട്ടോ. സീരിയൽ നമ്പറിലെ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, all numbers allotted to the patient are recorded in master patient index. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഉണ്ടാവും. നമ്പർ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും, പിന്നെ പേഷ്യന്റിന്റെ നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് നമ്മൾ എന്ത് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ അതിൽ നമ്മൾ ഏത് നമ്പറാണ് ഏത് പേഷ്യന്റാണ് അലോട്ട് ചെയ്തത് നമ്മൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗും കൂടി വായിക്കുക കേട്ടോ. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന നമ്പറിംഗ് സിസ്റ്റം. ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്പർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. നമ്മൾ പിന്നീടുള്ള എല്ലാ അഡ്മിഷനും ട്രീറ്റ്മെന്റും എടുത്ത് ആ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് തന്നെ നമ്മുടെ മൊത്തം പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എന്താണ്, ഒറ്റ മെഡിക്കൽ റെക്കോർഡ് ഒറ്റ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാലോ. സ്ട്രെയിറ്റ് നമ്പറിംഗ് അത് OP നമ്പർ മാത്രമല്ല, നമ്മൾ പേഷ്യന്റ് ഐ ഡി നമ്പർ കൊടുക്കൂലേ, അതാണ് കേട്ടോ പേഷ്യന്റ് ഐ ഡി നമ്പർ. ആ നമ്പറിന്റെ കാര്യണ്ട പറയണത്. നെക്സ്റ്റ് ആണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. Straight numeric means to filing of record in accurate chronological order as per the medical record numbers. നമ്മൾ ക്രമപരമായിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ റെക്കോർഡ് അനുസരിച്ച് ക്രമത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്, ഈ നമ്പേഴ്സ് കൊടുക്കുന്നത്. Here record constantly numbered appear in sequence of the file shelf. Then the following 4 medical records. നമ്മൾ 4 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ആ 4 മെഡിക്കൽ റെക്കോർഡ് കൊടുക്കുന്ന നമ്പേഴ്സ് ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. 1 2 3 4 1 2. നെക്സ്റ്റ് 1 2 3 4 1 3. അപ്പൊ ആ നമ്പറുകൾ മാത്രം വ്യത്യാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയൽ പോലെ കൊടുക്കും. ഇനി വരുമ്പോ 1 2 3 4 9 9 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എങ്ങനെ കിട്ടും, 1 2 3 500 500. അങ്ങനെ ഏറ്റവും അടുത്ത നമ്പർ വരുന്നത്. ഈ ഒരു നമ്പറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എന്താ പറയാ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പേഷ്യൻസിനും നമ്പർ അലോക്കേറ്റ് ചെയ്യും. It is easy to pull any number of record consequently numbered rather file for any purpose. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പർപ്പസ് വേണ്ടിയിട്ട് നമുക്കത് അക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് തൽക്ഷണം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് പറയുന്നത്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഒരു സിമ്പിൾ
രണ്ട് ഡിജിറ്റ് ഫയലിംഗ് ഇസ് സിമ്പിൾ ആൻഡ് എക്സ്ട്രാക്ട് ഫയലിംഗ് കറക്റ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഈ മൂന്നെണ്ണം പറഞ്ഞില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പും കൂടി വരുത്തണം. ഇനി ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് സിമ്പിൾ ആണ്, എക്സ്ട്രാക്ട് ഫയലിംഗ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി 6 ഡിജിറ്റ് നമ്പർ ഇസ് യൂസ്ഡ്. നമ്മളിവിടെ 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. എത്ര ഡിജിറ്റ് നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? 6 ഡിജിറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യും. Then divided with hyphen. നമ്മള് ഹൈഫൺ കൊടുത്തത് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. 3 പാർട്ട്, നമ്മൾ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും? 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എത്ര പാർട്ട്? 3 പാർട്ട്സ്. അപ്പോ ഓരോ പാർട്ടിലും എത്ര ഡിജിറ്റ് വീതം ഉണ്ടാവും? ഈച്ച് പാർട്ടിൽ എത്ര ഡിജിറ്റ് വീതം ഉണ്ടാവും? 2 ഡിജിറ്റ് വീതം ഉണ്ടാവും. 2 ഡിജിറ്റ് വീതം ഉണ്ടാവും. മനസ്സിലായല്ലോ? നമുക്ക് 6 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ പാർട്ടിലും 2 ഡിജിറ്റ് വീതം ഉണ്ടാവും. ഓക്കെ, നോക്കാട്ടോ. ഇനി പ്രൈമറി ഡിജിറ്റ് ആർ ദ ലാസ്റ്റ് 2 ഡിജിറ്റ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഡിജിറ്റ് ആണ് അവസാനത്തെ 2 ഡിജിറ്റ്. പ്രൈമറി ഡിജിറ്റ് ആണ് അവസാനത്തെ 2 ഡിജിറ്റ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലോ, നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ സൈഡിൽ ഡിജിറ്റ്. അപ്പൊ ഇതാണ് പ്രൈമറി ഡിജിറ്റ് അല്ലെ. പ്രൈമറി ഡിജിറ്റ് ആണ് ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിജിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അതേ മാർക്ക് തരാം, അതിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇത്. അപ്പോ ഓക്കെ, ഇതെന്താണപ്പോ? ഓക്കെ, 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. നിങ്ങൾക്ക് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൈമറി ഡിജിറ്റിന്റെ കാര്യമാണ്. അപ്പൊ ഈ 56 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്ന പ്രൈമറി ഡിജിറ്റ് ആണ്. പ്രൈമറി ഡിജിറ്റ് ആണ്. 56 എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആണ്. അത് നമുക്ക് പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം, പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങള്? 1 മിനിറ്റ്, ഞാൻ സ്ക്രീൻ പോയോ? ഓക്കെ, നോക്കാട്ടോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി? വന്നോ? സ്ക്രീൻ വന്നോ? കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഈ 56 എന്നുള്ളത് എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആണ്, പി ആണ്. The primary digit are the last 2 digits of the right hand side number. Secondary digit are the middle. അപ്പൊ ഞാൻ സെക്കൻഡറി ഡിജിറ്റിനെ എസ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത്, പ്രൈമറി ഡിജിറ്റ് ഞാൻ എന്ത് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു? പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തെങ്കിൽ സെക്കൻഡറി ഡിജിറ്റിനെ ഞാൻ എസ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ആൻഡ് ദ tertiary digit are the first 2 on the left side of the number. ഫസ്റ്റ് 2 ആക്കിക്കോ കേട്ടോ. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആ ഫസ്റ്റ് 2 ആക്കിക്കോ. ഓക്കെ, എന്താ പറഞ്ഞത്? നമ്മള് ഈ 56 എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആണ് അല്ലെ? പ്രൈമറി ഡിജിറ്റ് ആണ്. ഫസ്റ്റ് 2 ഡിജിറ്റ്, ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആണ്. നടുക്കത്തെ എന്താണത്? സെക്കൻഡറി ഡിജിറ്റ് ആണ്. നടുക്കത്തെ എന്താണ്? സെക്കൻഡറി ഡിജിറ്റ് ആണ്. ഏറ്റവും അവസാനത്തത് എന്താണ്? tertiary ഡിജിറ്റ് ആണ്. എന്താണ്? ഏറ്റവും അവസാനത്തെ tertiary ഡിജിറ്റ് ആണ്. അതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയോ നോക്കി? പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഉള്ള 2 ഡിജിറ്റുകളാണ് പ്രൈമറി ഡിജിറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് പച്ച കളറിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളറിൽ ഒന്ന് ഡിനോട്ട് ചെയ്താൽ വന്നിരിക്കുന്നത്. സെക്കൻഡറി ഡിജിറ്റ് ആണ്. പിന്നെ
പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ടേഷറി ഡിജിറ്റ് ആണ്. അതിന് ഞാൻ PSP എന്നാണ് കൊടുത്തിരിക്കുന്നത്. T ഫോർ ടേഷറി ഡിജിറ്റ്, S ഫോർ സെക്കൻഡറി ഡിജിറ്റ്, P ഫോർ പ്രൈമറി ഡിജിറ്റ്. പ്രൈമറി, സെക്കൻഡറി, ടേഷറി അതാണ് കേട്ടോ. അപ്പൊ ഇതില് ചേഞ്ച് ചെയ്യാത്തത് എന്ന് പറയുന്നത് പ്രൈമറി ഡിജിറ്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യാത്തത്. ഇൻ ദ ഫയൽ ദ സെക്കൻഡറി ആൻഡ് ടേഷറി ഡിജിറ്റ് ഓൾഡർ വിത്ത് എവറി റെക്കോർഡ്. ഓരോ റെക്കോർഡ് അനുസരിച്ച് സെക്കൻഡറി ടേഷറി ഡിജിറ്റുകൾ മാറിക്കൊണ്ടിരിക്കും എന്നാണ്. മാറിക്കൊണ്ടിരിക്കും. നോക്കി 12, 24, 56, 13, 34, 54, നെക്സ്റ്റ് 14, 34, 56, പിന്നെ 15, പിന്നെ 16 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 99 വരെയും പോകും. എന്ത് ഈ ടേഷറിയുടെ ചേഞ്ച് 99 നോക്കാട്ടോ. 99-34, 56 ഇങ്ങനെ. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 00, 35, 56. അടുത്തത് 01, 35, 56. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. അടുത്ത 99 വരെ വരുമ്പോ തന്നെ ആ 35 ആണ് ചേഞ്ച് ആവില്ല. അപ്പൊ എന്താണ് പറഞ്ഞത് നമ്മള്? ഇവിടെ സെക്കൻഡറി ടേഷറി ഡിജിറ്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള എക്സ്ട്രാക്ട് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫയലിംഗ് മെത്തേഡ് ആണിത്. ഇവിടെ നമുക്ക് 6 ഡിജിറ്റ്സ് ആണ് സാധാരണയായിട്ട് തന്നിരിക്കുന്നത്. ഈ 6 ഡിജിറ്റിനെ 3 പാർട്ടായിട്ട് നമ്മൾ ഹൈഫൻ കൊടുത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിലും 2 നമ്പേഴ്സ് വീതമാണ് ഇൻക്ലൂഡ് ചെയ്യാറ്. ഇനി 2 നമ്പേഴ്സിൽ പ്രൈമറി ഡിജിറ്റ്സിൽ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റും, സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിയിൽ വന്ന 2 ഡിജിറ്റും, ടേർഷ്യറി ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റത്തെ 2 ഡിജിറ്റുമാണ്. ഇതില് സെക്കൻഡറി ടേർഷ്യറി ഡിജിറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം മനസ്സിലായത്? ബോർഡൊന്നും ഇല്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി രണ്ടാമത് പറയുമ്പോ അടുത്തതും ഈ മിഡിൽ ഡിജിറ്റും ഏകദേശം ഈ ടെർമിനൽ ഡിജിറ്റിന്റെ തന്നെ ഫയലിംഗ് മെത്തേഡ് ആണ്. ഏത് മിഡിൽ ഡിജിറ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് മിഡിൽ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഒരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി ഡിജിറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നടുക്കായിരിക്കും. പ്രൈമറി ഡിജിറ്റ് എങ്ങനെ കൊടുക്കുന്നത്? നടുക്കായിരിക്കും. അത് നോക്കാം. It is a substitute for terminal digit filing. Terminal digit filing പകരമായിട്ട് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. Here the primary, secondary, tertiary digit are different position. ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ PSP എന്നാണ് പറയുന്നത്. tertiary, secondary, primary. ഇവിടെ വരുമ്പോൾ ചെറുതായിട്ടൊരു മാറ്റം വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കാം. ഇവിടെ മിഡിൽ പാർട്ട് ഓഫ് ദ ഡിജിറ്റ്, നടുക്കത്തെ പാർട്ടാണ് എന്ത് ചെയ്യണത്? ചേഞ്ച് ചെയ്യാത്തത്. മിഡിൽ പാർട്ട് എന്താണ്? ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, മിഡിൽ പാർട്ട് ചേഞ്ച് ചെയ്യില്ല. പിന്നെ ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ലെഫ്റ്റിലുള്ള പാർട്ടാണ് സെക്കൻഡറി ഡിജിറ്റ്. ഏതാണ്? ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് എന്ത്? സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്, ഗ്രീൻ എന്ന് പറയുന്നത്. റൈറ്റ് ആണ്, അവർ നൈറ്റ് എന്നാണ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് എഡിറ്റ് ചെയ്യണം. റൈറ്റിലുള്ള പാർട്ടാണ് ഏത്? ടേർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടേർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതില് മിഡിൽ ഡിജിറ്റ് ആണ് ഇത് പ്രൈമറി എന്ന് പറയുന്നത്. എന്താണ്? മിഡിൽ ഡിജിറ്റ് ആണ് പ്രൈമറി എന്ന് പറയുന്നത്. സെക്കൻഡറി ഡിജിറ്റ് ആണ് ഏത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് സൈഡിലുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? സെക്കൻഡറി ഡിജിറ്റ് എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളതിന് സെക്കൻഡറി ഡിജിറ്റ് ആണ്. ആൻഡ് റൈറ്റ് സൈഡിലുള്ളത്, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, മക്കൾ തിരുത്തണം, ടേർഷ്യറി ഡിജിറ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇതില് ഇതാണ് ഗ്രീൻ കളറിൽ കാണുന്നതാണ് സെക്കൻഡറി, ബ്ലൂ കളറിൽ കാണുന്നതാണ് പ്രൈമറി, പിങ്ക് കളറിൽ കാണുന്നതാണ് ടേർഷ്യറി. ഓക്കെ, ഈ സ്ഥാനത്തിന് എന്ന് വെച്ചാൽ ഈ പ്ലേസുകൾ മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ
ടെർമിനൽ ഡിജിറ്റിൽ നിന്ന് ഈ ഒരു പ്ലേസുകൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 6 ഉദ്ദേശിച്ചത്, പക്ഷെ വന്നില്ല. നിങ്ങൾ നോക്കാട്ട, റൈറ്റ് ആർ റേഷ്യോ ഡിജിറ്റിനാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. സാറിന് ചോദിക്കാറുണ്ട് ഈ കോസ്റ്റ്യൂം ടെർമിനൽ മിഡിൽ ഡിജിറ്റും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഇത് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാട്ടോ. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഒന്ന് ഡിജിറ്റ് ഏതില്ല, നമ്മുടെ ട്രഷറിയിലാണെങ്കിൽ ഫസ്റ്റ് കാണിക്കുന്നത്, സോറി ടെർമിനൽ ഡിജിറ്റിലാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ട്രഷറി ആണ്, അടുത്ത സെക്കൻഡറി, പിന്നെ പ്രൈമറി ആയിരുന്നു. ഇവിടെ പ്രൈമറി മിഡിൽ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ മിഡിൽ ഡിജിറ്റ് എന്ന് പറയുന്ന വേടിയിൽ നിന്ന് എടുക്കുക, പ്രൈമറി ആണ് ചേഞ്ച് ചെയ്യാത്തത്. അതിനെ കൊണ്ട് നമ്മൾ എവിടെ ഇട്ടു, മിഡിലിൽ ഇട്ടു. അപ്പൊ മിഡിൽ ഏതാണ്, പ്രൈമറി ചേഞ്ച് ആവുക, ഓക്കെയാണ്. സെക്കൻഡറി എവിടെയാണ്, ലെഫ്റ്റിലോ. ട്രഷറി എവിടെയാണ്, റൈറ്റിലോട്ട്. അപ്പൊ ആ ഡിജിറ്റുകളാണ് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കി, 46 68 96, 46 68 97, 46 68 98, പിന്നെ 46 68 99. Then അവിടെ 99 വന്നപ്പോ ഇതിലേക്ക് ആഡ് ആയി, സെക്കൻഡറിയിലേക്ക് ഒന്ന് ആഡ് ആയി. 47 68 00, 47 68 01. നമ്മൾ ഡിജിറ്റ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട, അതൊന്നും ആ ഒരു ഡിജിറ്റൽ ഫയലിംഗ് ആണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഈ പറയുന്ന ഡിജിറ്റ് ആവണമെന്നില്ല ഹോസ്പിറ്റലിൽ, മിക്ക ഹോസ്പിറ്റലും അവരുടേതായ ഡിജിറ്റ് ആയിരിക്കും. ഇങ്ങനെ ഡിജിറ്റൽ ഫയൽ മിക്ക ഹോസ്പിറ്റലും ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഓരോ ഹോസ്പിറ്റൽസ് പല രീതിയിലായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഒരു അറേഞ്ച് നമ്പറിംഗ് സിസ്റ്റം പറഞ്ഞു, അത് ഏത് നമ്പറിംഗ് സിസ്റ്റം ആണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണ ഹോസ്പിറ്റലിൽ എന്നുള്ളത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ടായിരിക്കും അവര് സെലക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ധാരണ വേണം ഇങ്ങനെ എല്ലാമാണ്. ആദ്യത്തെ 2 ഡിജിറ്റ് ചിലപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടേഷറി എന്നാണ് ഈ 2 ഡിജിറ്റുകൾ നമ്മൾ പറയുന്നത്. നമുക്ക് 6 ഡിജിറ്റ് ആണ് ഉള്ളത്. അത്രയും നമ്മൾ മനസ്സിലാക്കി. നമ്മള് റെക്കോർഡുകൾ കൊടുക്കൂലേ, പേഷ്യൻസിന് നമ്പർ കൊടുക്കൂലേ, അതേപോലെ നമ്മൾ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് കോൺസ്റ്റന്റ് ആണ്. ഏതില്ല, ടേഷറി ഡിജിറ്റില് ലാസ്റ്റ് ഡിജിറ്റ് കോൺസ്റ്റന്റ് ആണ്. ബാക്കി മിഡിൽ ഡിജിറ്റ് ആണെങ്കിൽ നടുക്കത്തെ നമ്പർ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കാൻ അറിയാമോ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാർഡുകൾ എടുക്കാം. നമുക്ക് പേഷ്യന്റ് ID കാർഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ID കാർഡ് എടുത്തിട്ട് നമ്മള് ചിലപ്പോ ആ ഒരു പേഷ്യന്റ് കാർഡ് നമ്പർ അല്ലെ, ആ പേഷ്യന്റ് ID കാർഡ് എടുത്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും അതേ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, ഇപ്പൊ ആളുകൾ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അവിടുത്തെ നമ്പറിൽ ചിലപ്പോ ഒരു നമ്പർ മാത്രം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ നമ്പർ വെച്ചിട്ട് അവർ അങ്ങനെയാണ് റെക്കോർഡ് നമുക്ക് കീപ്പ് ചെയ്യുന്നത്. ഈ നമ്പറിംഗ് സിസ്റ്റത്തിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവിടെ ഹോസ്പിറ്റലിൽ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു നമ്പറിംഗ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് എക്സാമിന് ഈ ഒരു SP അതേപോലെ SDPയുടെ ഓർഡർ ഒന്ന് ചോദിക്കാറുണ്ട്. എന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടു, പറഞ്ഞതാണ്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് ഈ PSDനൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു കളറൊന്നും ചെയ്യുന്നു വേണ്ട, എന്നാലും പെൻസിൽ കൊണ്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അത് ഇന്നതാണ് എന്നൊന്ന് മാർക്ക് ചെയ്തൊന്ന് വെച്ചില്ലേ. ഞാൻ ചെയ്തു എല്ലാവരും. ടെർമിനൽ ഡിജിറ്റിലും സെക്കൻഡറി ഡിജിറ്റിലും മിഡിൽ ഡിജിറ്റിലും ചേഞ്ച് ആവാത്തത് ഏതാണ്, പ്രൈമറി ഡിജിറ്റ് ആണ് മാറാത്തത്. ഏതാണ് മാറാത്തത്, പ്രൈമറി ഡിജിറ്റ് ആണ് മാറാത്തത് കേട്ടോ. ഓക്കെ, എല്ലാവരും ക്യാച്ച് ആയോ അത് ഈ ഒരു പോസ്റ്റ്?
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ അടുത്ത പോർഷൻ ഒന്ന് പറയാം. അടുത്ത പോർഷനിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഞാൻ തിരുത്താനായിട്ട് നോക്കാം. നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ഓക്കെ നോക്കാം കേട്ടോ. ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ടൈപ്സ് ഓഫ് ഫോർമാറ്റ് ഉണ്ട്. 3 ഫോർമാറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഏതൊക്കെയാണ്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ ഓക്കെ അതില് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ എന്താ പറയാ ബാക്കിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് എഡിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ബാലൻസ് പോർഷൻ ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയിരിക്കണേണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയിരിക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് SOMR ഇതിന് ഫ്രണ്ടിൽ വേണമായിരുന്നു. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് SOMR നിങ്ങളുടെ ഹെഡിങ് പോലൊരു 2 ഡബിൾ ലൈൻ ഒക്കെ ഞാൻ കൊടുത്തതിന്റെ ഭയങ്കര കോശാവും. ടെക്സ്റ്റുകളൊക്കെ കൊടുക്കണമെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കൊടുക്കണേട്ടോ? അതൊന്ന് നിങ്ങൾ ചെയ്യാം. ഇനി അടുത്തത് ഈ 2 പോയിന്റ് കഴിഞ്ഞിട്ട് അതിലെ ഇതിൽ കുറച്ച് ഈ ഒരു പോർഷനിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അത് എഡിറ്റ് ചെയ്യണമായിട്ട് അത് 2 ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് 3 ടൈപ്സ് ഓഫ് ഫോർമാറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് SOMR എന്ന് പറയുന്നത് അവരുടെ I ആണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്രാക്കറ്റ് ആണ്. എന്താണ് ബ്രാക്കറ്റ് ആണ്? ബ്രാക്കറ്റ് ആണ്. ഞാനിവിടെ നമ്മുടെ പ്രിന്റിംഗില് ലൈനില് ക്ലാസ്സില് ഞാൻ ബ്രാക്കറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് മറ്റുള്ള രീതി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ എഡിറ്റ് ചെയ്യാം. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ കണ്ടന്റ് ആണ് പിന്നെ ഈ പറയുന്ന 2 പോയിന്റ്. ഈ 2 പോയിന്റ് എന്താണ്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ കണ്ടന്റ് ആണ്. ഓക്കെ, പിന്നെ ഓക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സോഴ്സ് ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ് ആണ് പറയുന്നത്. സോഴ്സ് ഓറിയന്റഡ് നമ്മൾ 3 പേരുകൾ പഠിച്ചു. അതിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, the medical record is arranged in the session in accordance with the patient care department which provides the care and data. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ റെക്കോർഡ് വന്നത്, ഏത് ടൈപ്പ് കെയർ ആണ് നമ്മൾ ആ പേഷ്യന്റ് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോഴ്സ് അത് ഏത് സോഴ്സ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തതെന്നനുസരിച്ച് ഇപ്പൊ കാർഡിയാക്കിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഫയലെല്ലാം ഒരുമിച്ച് വെക്കും, അല്ലെങ്കിൽ ഗാസ്ട്രോൻട്രോളജിയുടെ ഫയലുകളെല്ലാം ഒരുമിച്ച് വെക്കുന്നു, അല്ലെങ്കിൽ ഗൈനക്കോളജിയുടെ ഫയൽസ് റെക്കോർഡുകൾ ഒരുമിച്ച് വെക്കും. അത് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു പേര്, എന്റെ പേര് വന്നത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് വന്നത്. ഇത്രയുമാണ് എന്ത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് പറയണേട്ടാ. ബ്ലൂ കളറിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ബ്രൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു എന്താ പറയാ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് കണ്ടന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണ്. ഇന്റഗ്രേറ്റഡ് ഏറ്റവും അവസാനം മെത്തേഡ്. ഞാൻ ഇന്റഗ്രേറ്ററിന് IMR ഇട്ടോട്ടെ, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് IMR ഇടാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് IMR ഇടാണ്.
ഷോർട്ട് ആക്കിയതാണ്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോംസ് ഒക്കെ ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. The forms are organized in accordance with the date. ഏതാണ് എനിക്ക് അവസാനം ക്രോണോളജിക്കൽ ഓർഡർ ക്രമമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രമപരമായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. Usually the record is arranged in reverse chronological order at nursing station. നമ്മൾ നേഴ്സിംഗ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മളത് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. സോ ദ മോസ്റ്റ് ഇൻഫർമേഷൻ ഇൻ ദ ഫ്രണ്ട്, ഏറ്റവും ആദ്യത്തെ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം വെക്കും. ഏറ്റവും പഴയ ഇൻഫർമേഷൻ, ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിനെ കുറിച്ച് ആദ്യം ഇവിടെ അഡ്മിറ്റ് ചെയ്തത്, പേഷ്യന്റെ കണ്ടീഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഏറ്റവും അവസാനമായിരിക്കും ഉണ്ടാവുക. Integrated medical record. Usually the record is arranged in reverse chronological order at the nursing station. So the most information is at the front and the oldest information is at the back of each session. ഏറ്റവും പഴക്കച്ചെന്ന ഇൻഫർമേഷൻ ഏറ്റവും ബാക്ക് ആയിരിക്കും. ഇനി നമ്മുടെ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിയുമല്ലോ, നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആരോഗ്യവാനായിട്ട് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ റെക്കോർഡ് എന്ത് ചെയ്യും, റീഓർഗനൈസ് ചെയ്യും, കറക്റ്റ് ആയിട്ട് വെക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും റീഅറേഞ്ച് ചെയ്യും. പഴയ ഇൻഫർമേഷൻ ആദ്യം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ആ ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യും. റെക്കോർഡ് ഈസ് ഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഇസ് ഡിസ്ചാർജ്. നമ്മൾ ആ റെക്കോർഡ് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നമ്മളത് റീഓർഗനൈസ് ചെയ്യും. നിങ്ങൾ പറയും എന്താണ് മിസ്സേ, SOMR പറഞ്ഞു, IMR പറഞ്ഞു, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞു, എന്തുകൊണ്ട് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞില്ല? നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡും പിന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് താഴത്തേക്ക് പഠിക്കാറുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണ് ആ റെക്കോർഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അറേഞ്ച് ചെയ്യുന്നത്. അതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിൽ പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് നോക്കേണ്ടത്. ഓർഗനൈസിംഗ് ദ റിപ്പോർട്ട് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ. അപ്പൊ ഒരു സോഴ്സിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ഒരുമിച്ച് വെക്കും. മേക്ക് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഒബ്സർവേഷൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്. നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ്, അസസ്മെന്റ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു റെക്കോർഡ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു പേഷ്യന്റ് ഒറ്റ ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കില്ല വരുന്നത്, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം ഇപ്പൊ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്ന പേഷ്യന്റ് ആണെങ്കിൽ പിന്നെ വരുന്നത് വേറെ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും. നമുക്ക് കറക്റ്റ് ഏത് സോഴ്സിൽ നിന്നാണ് ഈ റെക്കോർഡ് വന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാനും നമുക്കത് അറേഞ്ച് ചെയ്യാനും പറ്റൂല. ഡിസഡ്വാൻറ്റേജ് നോക്കാം. Not possible to rapidly decide all the patient's problems and treatment being given for the patient at a given time. ഏത് ട്രീറ്റ്മെന്റ് ആണ്, എന്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. As the data from the different departments are arranged in session and not in accordance with the problems of the patient, so or integrated in time sequence. അപ്പൊ നമുക്കത് പ്രോബ്ലംസ് അനുസരിച്ചല്ല നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്. ആ പേഷ്യന്റ് ആദ്യം ചിലപ്പോൾ ഗൈനക്കിലാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ വീണ്ടും ആ ഫയൽ നമ്മൾ എവിടെയാ സൂക്ഷിച്ചുകാരൻ ഗൈനക്കിന്റെ ആ ഒരു സെഷനിലായിരിക്കും വെക്കുന്നത്. അപ്പൊ പേഷ്യന്റ് ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്നോ അത് അനലൈസ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല, ആ ഒരു ഫയലിൽ തന്നെ നമ്മൾ സൂക്ഷിക്കും. ഇതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിലെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പറയുന്നതാണ് 3 ടൈപ്സ് ഫോർമാറ്റുകൾ ഉണ്ട്. അതിൽ SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞു, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് പറഞ്ഞു. ഇതൊന്ന് വായിച്ചു, അതിന്റെ സോഴ്സ് ഓറിയന്റഡ് അഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കാം. കാരണം പിന്നെ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാം. ചെറുതായിട്ട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, ഞാൻ അതൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാം, എന്നിട്ട് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കാര്യം കറക്റ്റ് ആയിട്ട് ഓക്കെ വായിക്കാം കേട്ടോ. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ടുകൾ
ഏത് സോഴ്സിൽ നിന്നാണ് വന്നത്. ഇത് പേഷ്യന്റ് ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതാന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് ആ റെക്കോർഡ് അസസ് ചെയ്യാനും അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റുന്ന പറയുന്നത്. അഡ്വാൻറ്റേജസ് മാത്രമല്ല, ഇതിന് ഡിസഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. കാരണം ചിലപ്പോൾ ആ പേഷ്യന്റ് ആദ്യം വന്നത് ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നീട് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നാലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫയലിന്റെ കീഴിലായിരിക്കും അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിലായിട്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ടീസ് അത് മൂലം വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കുറച്ച് കണക്ട് ചെയ്ത് ഒന്നും നോക്കാട്ടോ. കാരണം ഇത്തിരി ടഫാണ്, ഈ ഒരു പോർഷൻ ഇത്തിരി ടഫാണെന്ന് അറിയാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, ഈ വൺ വേർഡ്സ് ചോദിക്കാറുണ്ട്. എസ് ഓർ മാർ ഫുൾ ഫോം, പി ഒ മാർ ഫോം. പിന്നെ ഞാൻ ഈ പറഞ്ഞത് ഇത്തിരി കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഈ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളുള്ള മിസ്റ്റേക്കുകൾ ഇതൊന്നും ഒട്ടും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവില്ലേ. എനിക്കിത് തിരിച്ചു തരാണ്ട് എടുക്കായിരുന്നു, പക്ഷെ അത് ഇതിനകത്ത് ഒന്നും പറയാണ്ട് അങ്ങനെ എടുത്ത് പോവാണെങ്കിൽ നിങ്ങൾക്കത് അത് മനസ്സിലാവുകയും ഇല്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്തോ പറഞ്ഞ് തന്നേക്കാം. ഞാൻ ഒന്നും കൂടി പറയാം. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ മെഡിക്കൽ റെക്കോർഡ് അറേഞ്ച് ചെയ്യുന്നത് പേഷ്യന്റിന്റെ കെയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പേഷ്യന്റ് കെയർ കൊടുത്തത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, അതേപോലെ അത് നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോൾഡറിൽ വന്നിട്ടില്ല. ഗൈനക്കോളജിസ്റ്റിന്റെ ഗൈനക്കിന്റെ ഫയലുകളാണ്, അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫയൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഒബ്സർവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ ഗൈനക്കിനെ കാണാൻ വന്നിരിക്കും. രണ്ടാമത് വന്നാൽ ചിലപ്പോൾ എന്താണ് ഗ്യാസ്ട്രോൻട്രോളജിനെയോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കാണാൻ വന്നാലും നമ്മൾ ആ ഫയൽ എവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുള്ളൂ, ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഫയലാന്ന് പറഞ്ഞ് വെക്കുള്ളൂ, ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫയലാന്ന് പറഞ്ഞേ വെക്കുള്ളൂ. അപ്പൊ നമുക്കത് സോർട്ട് ചെയ്യാനായിട്ട് ചെറിയ പ്രോബ്ലംസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ SMR അഡ്വാൻറ്റേജിനെക്കാളും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, പെട്ടെന്ന് നമുക്ക് അതായത് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ പേഷ്യന്റ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സോഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരു സോർട്ടിങ് അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്തതിൽ കുറച്ച് ഡിഫിക്കൽറ്റീസ് വരുന്നത് പറയുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം ഇത് ഇത്തിരി കൺഫ്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഞാൻ ഒന്ന് പറയാം. ഓർഗനൈസിംഗ് ദ റിപ്പോർട്ട് ഫ്രം ഈച്ച് സോഴ്സ് ടുഗദർ. നമ്മൾ ഈ സോഴ്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകളാണ് എന്നുള്ളത് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് വെക്കും. ഇപ്പൊ എന്താ പറയുക, കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഫയലുകളാണ് നമ്മൾ ഒരുമിച്ച് വെക്കും. ആ ഫയലുകളെല്ലാം ഒരു ഫോൾഡറിൽ അല്ലെങ്കിൽ ഒരു ട്രാക്കിൽ വെക്കും. നമ്മളൊരു നിങ്ങളൊരു കാര്യം ആലോചിക്കും, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വരാം. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ട്രാക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫയലുകളൊക്കെ സൂക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചതുരത്തിലുള്ള ട്രാക്കുകൾ നമ്മൾ ലൈബ്രറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ബുക്കുകളൊക്കെ ഫോൾഡർ ഇങ്ങനെ ബുക്കുകൾ ഇങ്ങനെ വെക്കില്ല കറക്റ്റ് ആയിട്ട്. അതേപോലെ ഒരുപാട് ട്രാക്കുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗൈനക്കോളജി അല്ലെങ്കിൽ കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള എല്ലാ ഫയലും ഒരുമിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമുക്കത് പെട്ടെന്ന് അസസ് ചെയ്യാനും ആ ട്രീറ്റ്മെന്റ് എന്താണ് കൊടുത്തതെന്നും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതെന്നും ആ ഒരു ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഈ പേഷ്യന്റ് കാർഡിയോളജി ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതായിരിക്കും. അപ്പൊ ആ ഫയൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കഴിയുമ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഫയലിലൊക്കെ അത് എന്ത് ചെയ്യുള്ളൂ, ചെയ്ത് വെക്കുള്ളൂ. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് അവരിവിടെ പറയുന്നത്.
എല്ലാവരും ഒന്ന് പറയിച്ചേ. ഇത് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ഞാനിപ്പോ പറഞ്ഞിട്ട് എന്താണോ മനസ്സിലായെന്നുള്ളത് മലയാളത്തിലോ അല്ലെങ്കിൽ ഓരോ വേർഡ്സിലോ നിങ്ങളുടെ ബുക്കിലോ ഒന്ന് എഴുതി വെക്കാം. ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടൊന്ന് എഴുതി വെക്കാം. എനിക്കറിയാലോ ഇത്തിരി ടഫായിട്ടുള്ള ലാസ്റ്റ് വരുമ്പോൾ ഇത്തിരി ടഫാണെന്ന് ഞാൻ പറഞ്ഞില്ല. മെഡിക്കൽ റെക്കോർഡ് ആദ്യമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ലാസ്റ്റ് ഇനിയുള്ള പോർഷൻസ് ഇത്തിരി ടഫാണെങ്കിൽ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കണം. പിന്നെ ഇതിലുള്ള മിസ്റ്റേക്ക് കൂടി വരുക എന്താ പറയാ ടഫ് ആവേണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചോ. ഓക്കെ, ഡൗട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അടുത്ത് നോക്കാലോ. ഇനിയാണ് POMR. എന്താണ് POMR ഫുൾ ഫോം? പ്രോഗ്രാം ഓപ്പറേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതങ്ങോട്ട് എഴുതി വെച്ച് ഈ PMR ഫ്രണ്ട് ഇവിടെ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പ്രോഗ്രാം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് നിങ്ങൾ എഴുതിക്കോട്ടോ. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് എഴുതിക്കോ. ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഫ്രണ്ടിലുണ്ട് കേട്ടോ. PMR ഫുൾ ഫോം ഇവിടെ ഫ്രണ്ടിലുണ്ട്. ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ. PMR ഫുൾ ഫോം പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം കേട്ടോ. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എല്ലാവരും എഴുതിയോ? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറൻസ് എൽബർട്ട് ആണ്. ആരാണ്? ലോറൻസ് എൽബർട്ട് ആണ്. ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലതായിട്ട് പറയാൻ പറ്റുന്നത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. എന്താണ് ആ പേഷ്യന്റിന്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഓരോ പേഷ്യന്റ് ഇൻഡിവിജ്വൽ പ്രശ്നം അത് റെക്കഗ്നൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്താണ് ആ പേഷ്യന്റ് എന്ത് പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കി ഈ പ്രോബ്ലം സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇന്നത് അറേഞ്ച് ചെയ്ത് വെക്കും. ആര്? ഫിസിഷ്യൻ തന്നെ കറക്റ്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കും. Provide a systematic method of documentation to reflect the logical thinking on the part of the physician controlling the care of the patient. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആരാണ്? ഫിസിഷ്യൻ ആണ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. ഇത് കറക്റ്റ് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ആ പേഷ്യന്റ് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത്. ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ the physician explains and follows such a clinical problem individually. ഓരോ വ്യക്തിക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇൻഡിവിജ്വലി അദ്ദേഹം എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. പേഷ്യന്റിന്റെ ഹിസ്റ്ററി അതേപോലെ മെഡിക്കൽ ഡാറ്റാസ് പ്രസന്റ് ഇൽനെസ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അത് എഴുതി വെക്കും. എന്നിട്ട് ഓർഗനൈസ് കം ഫോർ സൊല്യൂഷൻ. അതായത് പ്രശ്ന പരിഹാരം എന്താണെന്നുള്ളതും അവിടെ തന്നെ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. നമ്മൾ ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് നോക്കിയത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവും പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും. ഇനി പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സിന് ഒരു 4 പാർട്ടാണ് ബേസിക്കലി ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഡാറ്റാ ബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനിഷ്യൽ പ്ലാൻസ്, പ്രോഗ്രസ് നോട്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഡാറ്റാ ബേസ് ആണ് ഫസ്റ്റ് പറയുന്നത്.
ഓക്കെ, PMR എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറൻസ് എൽബർട്ട് ആണ്. അതിൽ പറയുന്നത് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അത് നമ്മളെ ക്ലിനിക്കൽ ഫിസിഷ്യൻ ലോജിക്കലി തിങ്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ചെയ്തിട്ട് എന്താണ് പേഷ്യന്റിന്റെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് അപ്പൊ ഇന്ന പ്രോബ്ലംസ് ആണെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് വെക്കും. ആ ഫിസിഷ്യൻ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ SMR വരെ നിങ്ങൾ നോക്കിയിട്ട് വരാം. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് മുതൽ ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ആവില്ല, കുറച്ച് കൂടുതൽ പോർഷൻസ് ഉണ്ട്. സോ അത് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ബാക്കി സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് നോക്കിയിട്ട് വരാം. പിന്നെ ഈ ഡിജിറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു, ഡിജിറ്റുകൾ നന്നായിട്ട് വായിച്ചു നോക്ക്. 5 ടൈപ്പ് ഡിജിറ്റുകളാണ് നമ്മൾ ഫോളോ ചെയ്യാറ്. നമ്പറിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന. ആ 5 നമ്പറിംഗ് സിസ്റ്റംസും അതിന്റെ വ്യത്യാസങ്ങളും ഡിഫറൻസും കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് വരാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കി നോക്കാം. താങ്ക് യു ഫോർ